എല്ലാവർക്കും നമസ്കാരം. ഇന്ന് August 30th സാറ്റർഡേ ആണ്. ഇതൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ശ്രീ ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്പിക്കയില്ലം എന്ന് പറയുന്നൊരു ട്രസ്റ്റിലേക്കാണ്. 35ഓളം കുട്ടികളെ പരിചരിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് ഞങ്ങളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ അവിടെ കുട്ടികളോടൊപ്പം ആഘോഷിക്കണം എന്നാണ് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെയും തീരുമാനം. സോ ഐ ഷുഡ് അപ്രിഷ്യേറ്റ് ദ ഡിസിഷൻ. കാരണം നമുക്കവിടെ പോയപ്പോഴാണ് അവിടുത്തെ കുട്ടികളുടെ ആ ഒരു ജീവിതം എന്താണെന്ന് നമ്മൾ അടുത്തറിയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഹാപ്പിനെസ് നമ്മളവിടെ പോയപ്പോൾ നമ്മളെ കണ്ടപ്പോൾ ഉള്ള അവരുടെ റിയാക്ഷനുകൾ കണ്ടപ്പോൾ സത്യം പറയാനുള്ള മനസ്സ് നിറഞ്ഞു പോയി. നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അകത്തോട്ട് കയറുന്നതിന് മുന്നേ അകത്തൊരാൾ കയറി പെർമിഷനൊക്കെ എടുക്കണം. എന്നിട്ടാണ് നമ്മളെ അകത്തേക്ക് അവർ അലോ ചെയ്യുക. അപ്പോൾ പോയപ്പോൾ തന്നെ ഒരു ആൻറ്റി സുഖമാണോ എന്നൊക്കെ ഞങ്ങളോട് ഇങ്ങോട്ട് നേരത്തെ പരിചയമുള്ള ആൾക്കാരോടൊന്ന പോലെ തന്നെ നമ്മളോട് കേക്ക് ഉണ്ടായി. അതൊക്കെ കേട്ടപ്പോൾ എന്താ പറയുക, ഒരു അത്ഭുതമായിരുന്നു നമുക്കെല്ലാവർക്കും. അതിനുശേഷം മദർ വന്നു. മദർ അവിടുത്തെ കറണ്ട് ബില്ലൊക്കെ അടയ്ക്കാൻ പോയിട്ട് ഇപ്പം ഞങ്ങൾ പോയി അല്പം താമസിച്ചാണ് അവിടെ എത്തിയത്. മദർ വന്നു, കുട്ടികളെയൊക്കെ എടുത്തു, അവരോട് സംസാരിച്ചു, അവരെയൊക്കെ ബ്ലെസ് ചെയ്തു. വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് ഡോക്യുമെൻ്റ് ചെയ്തതും നിങ്ങളെ കാണിക്കുന്നതും കേട്ടോ. അപ്പോൾ അധികം താമസിക്കാണ്ട് തന്നെ നമ്മുടെ മക്കളും മദറുമായിട്ടൊക്കെ നല്ല കമ്പനിയായി. കണ്ണൻ അവിടെ ഫുള്ള് ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു. അത്രയ്ക്ക് അവിടെ മിങ്കിളായി എല്ലാവരോടും. നമ്മളെല്ലാവരും അവിടെ പോയപ്പോൾ തന്നെ അവിടുത്തെ മക്കളെ കാണാനും അവരോട് സംസാരിക്കാനും അവരോടൊപ്പം ശ്രീയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനൊക്കെ നമ്മൾ ഭയങ്കര ഈഗേർലി വെയിറ്റിംഗ് ആയിരുന്നു എന്ന് തന്നെ പറയാം. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും മക്കളെല്ലാവരും വന്ന് അവരൊക്കെ ഹാപ്പി ആയിരുന്നു. അതിലുപരി നമ്മൾ ഹാപ്പി ആയിരുന്നു. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഞങ്ങൾ ഫുഡൊക്കെ സെർവ് ചെയ്തു. ആദ്യം ശ്രീയെ കൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡൊക്കെ സെർവ് ചെയ്ത് കൊടുത്തു. കുറച്ച് പേരൊക്കെ സംസാരിക്കാൻ പറ്റി. സത്യം പറഞ്ഞാൽ 35 പേരിൽ കുറേ പേരൊക്കെ വീക്കെൻഡ് ആയതുകൊണ്ട് വീട്ടിലോട്ട് പോയി. ഞങ്ങൾക്ക് കുറച്ച് പേരെ അവിടെ കാണാൻ സാധിച്ചുള്ളൂ. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് അവരോടൊപ്പം തന്നെ ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോകാൻ പാടുള്ളൂ എന്ന് മദർ പറഞ്ഞു. കഴിച്ചാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഈവനിങ് വീട്ടിൽ ചെറിയ സെലിബ്രേഷനൊക്കെ ഉണ്ട്, റിലേറ്റീവ്സൊക്കെ ആയിട്ട്. ഈവനിങ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വഴിയെ കാണാം. അപ്പം പോകുന്ന സമയത്ത് അവർ ഇങ്ങനെ ബൈയൊക്കെ പറഞ്ഞ് ഞങ്ങളെ യാത്രയാക്കി. അവിടെ നിന്ന് 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. Happy birthday, dear Sri Gurunathan. Happy birthday to you. Yay!
കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. മോനെ ഞങ്ങളെല്ലാവരും കേക്ക് കൊടുത്തു. എല്ലാവരും ഗിഫ്റ്റ്സൊക്കെ കൊടുത്തു. അതിനുശേഷം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതിയെ മറ്റൊരു സ്ഥലത്തിലേക്ക് പോയി. അന്നൈ സീനിയർ സിറ്റിസൺ ഹോം, അതായത് ഒരു ഓൾഡ് ഏജ് ഹോമിലേക്കാണ് ഞങ്ങൾ പോയത്. ഒരു 20-25ഓളം അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ താമസിക്കുന്ന ഒരു ഒരു ഹെവൻ എന്ന് തന്നെ പറയാം. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയി. ഇതാണ് ആ സ്ഥലം. ഞങ്ങൾ പോകുമ്പോൾ തന്നെ അവിടെ എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട്, നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അവർക്ക് ഓരോ നേരവും ഫുഡ് കൊടുക്കുന്നവരുടെ പേരാണ് ആ ബോർഡിൽ അവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും. അവിടുത്തെ മാഡം മോൻ്റെ പേരും മോൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ കാണാൻ പോയതെന്നും ഒക്കെ അവിടെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. മോന് വേണ്ടി അവർക്കറിയാവുന്ന ഡിവോഷണൽ സോങ്സും പിന്നെ മോന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അതൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അത് വല്ലാത്തൊരു മൊമെൻ്റായിരുന്നു. അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇനിയും വരുന്ന വർഷങ്ങളിലൊക്കെ നമുക്ക് അവിടെ പോയി കാണാനും അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ഓരോ സ്റ്റാഫും അവിടെയുള്ള ഓരോ അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും കെയർ ചെയ്യുന്നത് കണ്ടപ്പോൾ അത്ഭുതവും സന്തോഷവും തോന്നി. വളരെയധികം സന്തോഷം തോന്നി. എനിവേ ദേ ആർ വെരി സേഫ് ഹാൻഡ്സ്. மிகவும் நன்றி. மேலும் அந்த குழந்தை நன்றாக வளர்ந்து படிப்பறிவு பெற்று நல்ல வேலைக்கு போய் குடும்பத்தை நல்ல பாதுகாக்க வேண்டும், பெற்றோர்களுடன் அன்பாக இருக்க வேண்டும் என்று நான் இறைவனடி வேண்டுகிறேன். ஆண்டவரை ஏசப்பா, அல்லாஹ், அப்பா, தாய், பாபா, ஐயா ஒன்று நல்லது நடக்கட்டும். வாழ்க வளமுடன். நன்றி, வணக்கம்.